ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഇതൊരു പഴയ എൻ്റെ അടുത്തുള്ളൊരു ഫ്രെയിമാണ്. അത് നമുക്കൊന്ന് പുതിയതാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കാം. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഇതിൻ്റെ ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോർഡറിലൊക്കെ ആയിട്ട് ഞാനിവിടെ ബ്ലാക്ക് ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കൊടുത്തു നോക്കാം. നമ്മൾ ഓരോ കാര്യവും ചെയ്യുമ്പോഴേക്കും അത് നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുകയാണെങ്കിൽ അത് ഒന്നുകൂടി ഭംഗിയാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഏത് കാര്യവും ചെയ്യുമ്പോഴേക്കും അത് നല്ല ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ നോക്കാം. ആരും ഒന്നും തന്നെ പഠിച്ചിട്ടല്ല വന്നിട്ടുള്ളത്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഓരോ കാര്യവും ചെയ്തു പഠിക്കുക. നമ്മൾ നമ്മുടെ കഴിവുകൾ മാക്സിമം അത് യൂസാക്കാൻ ശ്രമിക്കുക. ഇനി അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇത് നമ്മൾ മുഴുവനും ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗോൾഡ് പേൾ കളർ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ആദ്യം ഞാനൊരു സ്പോഞ്ച് കൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡാക്കി നോക്കി. അത് ഭംഗിയില്ലാന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ബ്ലാക്ക് തന്നെ ഒന്നും കൂടി കൊടുത്തു. ഇതാണ് ഞാൻ ആദ്യം ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. അങ്ങനെ വീണ്ടും ഞാൻ അതിലേക്ക് ബ്ലാക്ക് തന്നെ കൊടുത്തു. നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് വെച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് വരുന്നത്. ഇനി നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് അവർക്കും ഉപകാരപ്പെടും. ഇനി ഇതിപ്പോൾ ഇവിടെ ഒരു 4 ഞാനൊരു പേൾസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡായിട്ട് ഓരോ ഫ്ലവറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഗ്ലൂവിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ വർക്ക് അത് ഭംഗിയുള്ളതാവട്ടെ ഭംഗിയില്ലാത്തതാവട്ടെ അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് പരാജയം വരുന്നത്. നമ്മൾ അത് മുന്നോട്ടായിട്ട് പോകാം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അതിൻ്റെ വിജയവും പരാജയം ഒക്കെ നമ്മുടെ കയ്യിലാണുള്ളത്. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതിലല്ല കാര്യം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഇനി ഇതിൻ്റെ 4 സൈഡിലായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഞാനിവിടെ പേൾ കളറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗ്ലാസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളൊരു കാലിഗ്രാഫി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളൊരു കാലിഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്ലാസ് നല്ല കഴുകി തോർത്തിയതിന് ശേഷം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടുനോക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ